നമസ്കാരം. എല്ലാവരും അൾട്രാടെക് സിമെന്റിന്റെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ചെരിവുള്ള ഭൂമി എന്ത് ചെയ്തു? അപ്പോൾ ആൾ പറയുന്നുണ്ട്, പേപ്പർ ശരിയാക്കിക്കോളൂ, നമുക്കത് വിറ്റ് കളയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പേപ്പർ ശരിയാക്കിക്കോളൂ എന്ന് പറയുന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും കൈവശത്തിൽ പല ഭൂമികളുണ്ടാവും. പക്ഷെ അതിൻ്റെ ആധാരം മാത്രമാണ് പലരുടെയും കയ്യിലുണ്ടാവുള്ളൂ. ആധാരം മാത്രമാണ് നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അടിയാധാരങ്ങളൊന്നും തന്നെ ഒരു പക്ഷേ നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഇത്തരം സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങളുടെ ആധാരത്തിൻ്റെ എല്ലാ അടിയാധാരങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ എടുത്തു തരാം. അതിനുവേണ്ടി കേരളത്തിൽ എവിടെയാണെങ്കിലും അതിന് വരുന്ന സർവീസ് ചാർജ് വളരെ ചെറിയ ഒരു സർവീസ് ചാർജ് മാത്രമാണ് വരുന്നുള്ളൂ. കേരളത്തിലെ ഏത് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരമാണെങ്കിലും അതിൻ്റെയൊക്കെ ബാക്ക് ഡോക്യുമെന്റ്സ് കറക്റ്റായിട്ട് എടുത്ത് തന്ന് അതൊരു ഫയലാക്കി നിങ്ങൾക്ക് തരാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, വാട്സപ്പിൽ വോയിസ് അയക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അതിന് മറുപടി വോയിസ് ആയിട്ട് തന്നെ ഇട്ട് തരാം. എന്നിട്ട് നമുക്ക് ഇരു കൂട്ടർക്കും സംസാരിച്ച് ഒരു വ്യക്തത വന്നതിന് ശേഷം നമുക്ക് അതായിട്ട് മുന്നോട്ട് പോകാം. അതല്ല, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കമൻ്റായിട്ട് ചോദിക്കാം. കഴിയുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, 2000-ന് ശേഷമുള്ള അടിയാധാരങ്ങളാണെങ്കിൽ നമുക്ക് വേണ്ടത് 2000-ന് ശേഷമുള്ള അടിയാധാരങ്ങളാണെങ്കിൽ 90% രജിസ്റ്റർ ഓഫീസിലും അത് നമുക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ PDF ആയിട്ട് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന് മുമ്പുള്ളത് ഒരു 1960-ന് മുമ്പുള്ള അടിയാധാരങ്ങളൊക്കെ ഒരുവിധമൊക്കെ നശിച്ചു പോയി കാണും. പല രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ അപേക്ഷ വെച്ചാൽ മാനുവലായിട്ടാണ് അത്, ഓൺലൈനിൽ അപേക്ഷിച്ചിട്ട് വീണ്ടും രജിസ്റ്റർ ഓഫീസിൽ മാനുവലായിട്ട് അപേക്ഷ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് പലതും 60-ന് മുമ്പുള്ളത് നമുക്ക് 100% കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ 60-ന് ശേഷമുള്ള ഭൂരിഭാഗം നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ അപേക്ഷ വെച്ചാൽ നമുക്ക് അതിൻ്റെ PDF ആയിട്ട് അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടും. നമ്മുടെ പേരിൽ 50 രൂപയുടെ മുദ്രപത്രം നമ്മുടെ പേരിലും രജിസ്റ്റർ ഓഫീസിൻ്റെ പേരിലും ഒരു മുദ്രപത്രം വാങ്ങിയാൽ മതി. കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം, അതല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.